പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് പോകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിംഗ് പ്രെയർ നടത്തുന്നത്. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ, ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവദേശത്തിന് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി. അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിന്റെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകണത്. അല്ല, നീ ഒറ്റക്കല്ല. നിന്റെ വിഷയങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അഖണ്ഡ ജപമാലയും ജപമാല റാലിയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയാകണേ. കർത്താവിൻ്റെ ഈ കൃപാസനം പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, നിന്റെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണ് കർത്താവേ ഉടമ്പടി നിലനിൽക്കുന്നത്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവേ ചിലപ്പോൾ വിലപ്പോകത്തില്ല. അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങളാണ്. പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജോലികൾ, ഇന്ന് SLC കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ
തുടങ്ങുന്ന ദിവസമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ഇന്ന് പോവുകയാണ്. ഒത്തിരിയേറെ പേര് ഈ സമയത്ത് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധമ്മേ, അവരുടെ മേലെല്ലാം കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് യോഗ്യമായ രീതിയിലുള്ള മാർക്ക് റിസൾട്ട് ലഭിക്കാൻ അവിടെ എല്ലാ തടസ്സങ്ങളെയും അവിടെ എല്ലാ തകരാറുകളെയും അമ്മ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ഉത്സാഹം പഠിക്കുന്ന മനസ്സിൽ പതി നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങൾ, രോഗങ്ങൾ, പരീക്ഷക്കാലത്തുണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള ശനിബാധങ്ങൾ, മക്കൾക്ക് അനുഭവിക്കുന്ന മനപ്പീഡകൾ എല്ലാത്തിൽ നിന്നും അങ്ങനെ മക്കൾ സംരക്ഷിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകം, വായിക്കുന്ന ക്വസ്റ്റ്യൻ, എഴുതുന്ന ആൻസർ ബുക്ക്, പേന, എല്ലാ സമയവും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും പരീക്ഷയുടെ സമയത്ത്. അതിൻ്റെ ഉത്തരം കർത്താവെ, നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ചെയ്ത ഐസയ്യ 30:21 വചനങ്ങളിലൂടെ നീ തന്നെ അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് ശരിയായിട്ട് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം നൽകുന്നത് കർത്താവാണെന്ന് പറയുന്ന അതേ വചനം അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ. കുഞ്ഞുങ്ങളെ പോറ്റുകയും അവരുടെ പരീക്ഷയ്ക്ക് അവർ ഒരുക്കുന്ന മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ ആരോഗ്യമായിരിക്കാനും മനസ്സമാധാനത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ പരീക്ഷ എഴുതുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ, മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് പാടെ വിഭാടനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എല്ലാ പരീക്ഷാർത്ഥികളും കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ജോലിക്ക് പോകുന്നവര്, ജോലി തേടിപ്പോകുന്നവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവര്, അവരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവിന് നോൻപ് ആരംഭിക്കുന്ന ചില സഭകളിലെ ആ നോൻപിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള അരൂപി അവർക്ക് പ്രത്യേകമായി നൽകി സഭയെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് നോൻപ് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയെയും മലങ്കര സഭയെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, അതിലുള്ള എല്ലാ അംഗങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനും ഈ നോൻപിൻ്റെ കാലത്ത് പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സഭ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും യൗവനം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കരുണ സഭയുടെ മേൽ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. ലോർഡ്, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു. അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം. നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല, പിന്നെ കരബലത്താലുമല്ല, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിലാണ്. ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണിത്. അതായത് ഈ സെറുബാബേൽ എന്ന് എന്താണെന്ന് ഇത് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറുബാബേൽ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ്. എന്നുവെച്ചാൽ യോവാഖീം രാജാവിൻ്റെ, യൂദയയുടെ അവസാനത്തെ രാജാവാണ്. ബാബിലോൺ കാലത്ത് വിപ്രവാസം നടന്നല്ലോ. പ്രവാസികളെ അവരെ പിടിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിൽ ബാബിലോൺകാരെ. അപ്പം അന്ന് നിലവിലുന്ന രാജാവാണ് യോവാഖീം. ഈ യോവാഖീം രാജാവിൻ്റെ
വംശത്തിൽപ്പെട്ട ആളാണ് സെറുബാബേൽ. പക്ഷേ ഇവർ ഡയാസ്പൊറയിൽ ബാബിലോണിൽ താമസിക്കുന്ന അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കണത്. പക്ഷെ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി. സെറുബാബേലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബേൽ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സെറുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് വരണത്. എന്നിട്ട് അവർ ജെറുസലേം ദേവാലയം പുതുക്കി പണിയും. ഇസ്രായേൽ സമൂഹം വീണ്ടും യൂദയായാലും ഇസ്രായേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും. അപ്പോൾ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് സെറുബാബേൽ. ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ്. രക്ഷ വീണ്ടെടുത്ത യേശുവിൻ്റെ പഴയകാല പ്രോട്ടോടൈപ്പാണ്, മുൻകാല രൂപമാണ് ഈ സെറുബാബേലായിട്ടുള്ളത്. പഴയകാലത്തെ സെറുബാബേൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലനം, ദർപ്പണമാണ് ഇദ്ദേഹം. ഇവിടെ എന്താ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പറയണത് എന്താണ്, സെറുബാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പൊറയിലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന്. എന്നുവെച്ചാൽ നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ്. അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വളർച്ച ഉണ്ടാകണമെങ്കിലും, നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട്. നമ്മളൊക്കെ അത് കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ, കൈക്കരുത്തില്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ. അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആ വഴിക്കാണ് വന്നത്. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഡാർവിൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഏറ്റവും ഫേമസ് ആയിട്ട് പുസ്തകമാണ്. ഈ പ്രകൃതിയിൽ നടക്കണതെല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ്. ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത്. അതാണ് പ്രകൃതി നിയമം. ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം. പ്രകൃതിയുടെ നിയമം എന്താണ്? സെക്കുലർ നിയമങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി. എന്നുവെച്ചാൽ മെരിറ്റുള്ളവർ മാത്രം, ഫിറ്റ് എന്ന് വെച്ചാൽ മെരിറ്റാണല്ല, മെരിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവന ചെയ്യേണ്ടത്. ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നോട്ട് ബൈ മെറിറ്റ്, അതാണ് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഫിറ്റെന്ന് പറയണതും അതുപോലെ തന്നെ മെറിറ്റ് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ മെറിറ്റോറിയസ് ആകാം. പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈക്കരുത്തുള്ളവൻ കാര്യക്കാരനാകും. കരുത്തില്ലാത്തവനെയും കൂടി കരുണ സംരക്ഷിക്കുന്നതുകൊണ്ട് കരുത്തില്ലാത്തവർക്ക് വേണ്ടി കരുണ വെച്ചിരിക്കുന്നത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കരുണ കൊണ്ടാണെന്ന്. അതെന്ന് വെച്ചാൽ കരുണ മാത്രമല്ല വിഷയം. പല വിഷയങ്ങൾ ഈ ഭൂമിയിൽ, നിൻ്റെ വീട്, വസ്തു, ജോലി, പ്രമോഷൻ, ആരോഗ്യം, ആയുസ്, മക്കളുടെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ പ്രസവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ ഗ്രേസിന് പരിധിയില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട്, അത് കട്ട് ചെയ്യാനാണ് നല്ലത്, അബോർട്ട് ചെയ്യാനാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജനിക്കാതിരിക്കണം, രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത്. പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും, വെയിറ്റ്, ഇതിനു വേണ്ടിയാണുള്ള വിശ്വാസമുള്ളത്, ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത്, ഇതിനു വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ മെറിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം. അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത്. എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു, എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ്. ആ സ്പേസാണ്. അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കാശ് കൊണ്ടോ, നിന്റെ ആള് കൊണ്ടോ, നിന്റെ അർത്ഥം കൊണ്ടോ, പറമ്പ് കൊണ്ടോ, പൊന്നുകൊണ്ടോ, പാട്ട് കൊണ്ടോ, അതെല്ലാം മെറിറ്റിൽ പെടുന്ന. അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക, ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടരുത്. ദൈവത്തിലെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായി നടന്നോളൂ, ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ
കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്താപം ഈ നോൻപ് കാലത്ത് പ്രധാനപ്പെട്ടതാണ്. നോൻപ് കാലം അനുഗ്രഹത്തിൻ്റെ വസന്തകാലമാണ്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെയും വസന്തകാലമായിരിക്കും. ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവേദ്യമാകണത് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ്. എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലും അല്ല, ചില അസൽ ഉടമ്പടിക്കാരുണ്ട്. നമ്മൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് രണ്ടോ മൂന്നോ തരം ഉടമ്പടിക്കാരുണ്ട്. ഒന്ന് ഇങ്ങനെ വഴിപാട് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഉടമ്പടിയുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേരിൽ വന്ന് കുറച്ച് ക്ലാസ്സെല്ലാം കേട്ട് പകുതി മനസ്സിലായില്ല എങ്കിലും ഇങ്ങനെ ഇവിടെ വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചെയ്യണമൊക്കെ കണ്ടുപഠിച്ച് ചെയ്തു പോകുന്നത്. അവരത് കൊണ്ടുപോയിട്ട് ഒരു പ്രത്യക്ഷന് രാവിലെ ഉള്ള ഒരു നീലത്തിരി കത്തിച്ച പ്രാർത്ഥനയും സന്ധ്യക്കുള്ള പച്ചത്തിരി കത്തിച്ച പ്രാർത്ഥനയൊക്കെ അത് വഴിപാട് ഉടമ്പടി എന്നാണ്. വഴിപാട് ഉടമ്പടിക്കാർ എപ്പോഴായാലും ഉടമ്പടിക്ക് വലിയൊരു ഭാരമാണ്, ബാധ്യതയാണ്. എന്നുവെച്ചാൽ അവർ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നിർവഹിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ല. അവർ പൊതുവെ പറഞ്ഞതിന് കേട്ട് അങ്ങനെ വന്ന് ചെയ്യണതാണ്. പകുതി മനസ്സാണ് അവർക്കുള്ളത് അതിൻ്റെ അകത്ത് വരണത്. അതാണ് വഴിപാട് ഉടമ്പടി കുഴപ്പം. ഉടമ്പടിയുടെ ഒരു നോർമലായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവരുണ്ട്. സത്യസന്ധമായിട്ടാണ് ചെയ്യണത്, നോർമലായിട്ടാണ് ചെയ്യണത്. പക്ഷേ ഈ വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എനിക്കെന്തുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ പറയാൻ പറ്റാത്തത്? എല്ലാ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടിയുടെ കണ്ടൻറ്റുകളില്ലാത്തത് കൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ സ്ട്രക്ചറൽ കണ്ടൻറ്റ് വേണം. സ്ട്രക്ചറൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നോട്ട് ബൈ മേട്ടിൽ ഇത് വർക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് 0 ആയിരിക്കുകയും ദൈവം ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ദൈവം ഫുള്ളായിട്ട് ടേക്കണപ്പ് ചെയ്ത് ഇത് മുഴുവനായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ കഴിവ് അവിടെ 0 ആയിരിക്കും. ഫുൾ മുടക്കണത്, എൻ്റെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം മുടക്കണത് ദൈവമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ഗ്രിഗരി എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. കുടുംബസമേതം പറഞ്ഞത്, ഭാര്യയും 4 കുഞ്ഞുങ്ങളും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ കാലത്ത് ഭാര്യയും ഭർത്താവും 4 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണത് അതിൻ്റെ ഒരു കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാരം നമുക്ക് മനസ്സിലാകും. നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടാകുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ഭാരം, എക്സ്ട്രാ വെയിറ്റ് നമുക്ക് വരുന്നത് ഒരുപക്ഷെ ഉടമ്പടിക്ക് അത് ഗുണമാണ് ചെയ്യണത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് എക്സ്ട്രാ വെയിറ്റ് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത ഭാരം. മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലുണ്ടല്ലോ, മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. അമിത ഭാരം, എക്സ്ട്രാ വെയിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എക്സ്ട്രാ വെയിറ്റ് വരുന്നവരെ ചിലർ ആ എക്സ്ട്രാ വെയിറ്റ് എന്ന് വെച്ചാൽ അമിത ഭാരം അത് ശരിക്കും ബിബ്ലിക്കലൈസായിട്ട് ചെയ്യും. എന്നുവെച്ചാൽ അത് സുവിശേഷ വിഹിതമായി അതിനെ സമീപിക്കും. ഇപ്പോൾ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളോട് ഇവർ കാനഡയിൽ താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് ജോസഫ് ഗ്രിഗരി എന്ന് പറയുന്ന ആളിനെ കാനഡയിലെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് ആൾ. പക്ഷേ അദ്ദേഹത്തിന് അത്ര ബിസിനസ് അങ്ങനെ പുരോഗമിക്കണില്ല. എങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബം നോക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. വൈഫ് അവിടെ നേഴ്സാണ്.
പക്ഷേ അദ്ദേഹം അവിടെ ചെയ്യുന്ന ജോലി അവരത്ര കംഫർട്ടല്ല. അവിടെ കാര്യം 4 കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ, അതിൻ്റെ കൂടെ ആണ് ജോലി ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരാധീനതകളുണ്ട്. അപ്പോൾ ഒരു മിനിമം ഫാമിലിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം അവരുടെ ബാലാരിഷ്ടതകളിലൊക്കെ അവർ ജീവിക്കുന്നത് കാരണം കുടുംബം ഇങ്ങനെ കരകയറി വരത്തില്ല. അതാണ് എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത്. കരകയറി വരത്തില്ല, ഇത് പാടായിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഡോട്ട് മൈ മെരിറ്റ് വർക്ക് ചെയ്യുക. ഉടമ്പടിയിൽ മാത്രമേ ആ ഒരു പ്രൊവിഷനുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും, ഈ കുടുംബം നാട്ടിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ഒരു ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉള്ള ഗുണമെന്ന് ഉടമ്പടി അപ്പം തന്നെ രജിസ്റ്റേർഡ് ആവും. കഴിഞ്ഞാൽ ദൈവത്തിനറിയാം, അതാണ് എൻ്റെ വിഷയം. ദൈവത്തിനറിയാം ഇവർ ഉടമ്പടിയിൽ വളരെ മുന്നോട്ട് പോകുമെന്ന് ദൈവത്തിനറിയാം. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 2 ആഴ്ച ഉടമ്പടിയാണ്, ഇതൊന്നും നടക്കത്തില്ല, ഇവരുടെ പ്രീ ഹിസ്റ്ററി വളരെ മോശമാണ്. ഈച്ചയെ പോലെയാണ്, എല്ലാ ഭക്ഷണത്തിലും പോയി ഇരുന്നേച്ചും പൊങ്ങിപ്പോരും ഇങ്ങോട്ട്. ഈച്ച ഉടമ്പടിക്കാർ ഒത്തിരി പേരുണ്ട്. മക്കീസ് കവനൻ്റുകാർ കുറേ ഉണ്ട്. അത് കുറേ നാളത്തേക്ക് അത് ചെയ്യും, പിന്നെ അവർ വേറെ അവരുടെ ഇൻട്രസ്റ്റ് മാറും. ഈച്ച കണ്ടിട്ടില്ലേ, വന്നിരുന്നേച്ച് വേറെ സ്ഥലത്തേക്ക് ഉടനെ പോകും. ഈച്ച ഉടമ്പടിക്കാരുണ്ട്. വെച്ചാൽ അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും, അവിടെ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അപകടം ഉണ്ടാക്കും. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇതൊന്നും ഇവർ ചെയ്യാൻ പോണില്ല. ഇവർ ചുമ്മാ എന്തെങ്കിലും അനുഗ്രഹം കിട്ടണേ എന്നുള്ള രീതിയിൽ മനസ്സോടെ വന്ന് ചെയ്യണതാണ്. ഇവരിതിൻ്റെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സത്യസന്ധത എന്ന് പറയണത് ഇത് ഈ അലപരാധി ആയിട്ടുള്ള ആധ്യാത്മികക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. നമ്മൾ കുടുംബങ്ങൾ നയിക്കുന്നത് ഒരു അലപരാധി ആധ്യാത്മികതയാണ്. സന്ധ്യക്കൊരു ജോമാല ചെല്ലും, അത് ചിലർ പലത് ഉറങ്ങും, ചിലത് കട്ട്ഷോട്ട് ചെയ്യും, ചില ആൾക്കാർ ചിലത് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വരുമ്പോൾ കൊന്ത ചെല്ലും. അങ്ങനെ കുറച്ച് പേര് ചെല്ലുമ്പോൾ നേരത്തെ ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാകത്തില്ല. ഇങ്ങനെ അലപരാധി ആധ്യാത്മികക്കാരാണ് കുടുംബത്തിലുള്ളത്. ഇന്നിപ്പോൾ അത് മാറിയത്, അതാരാ മാറ്റിയിരിക്കണത്? ഈ ഉടമ്പടി എടുത്ത കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം കുടുംബസമേതം മൊത്തം മാറിയിരിക്കുന്ന ആൾക്കാർ. മൊത്തം മാറിയത് തന്നെയല്ല, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദൈവ ജീവിത മണ്ഡലങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരാഞ്ഞെന്ന് കൂടി നമുക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ കണ്ണീരിലേക്ക് കർത്താവ് ഇത്രയും നാൾ ഓരോ മനുഷ്യൻ്റെ കണ്ണീരിലേക്കും അവൻ അർഹിക്കുന്ന അവൻ്റെ കഴിവിനേക്കാൾ വലിയ ഒരു സാധ്യതകളിലേക്ക് എന്തുകൊണ്ട് ദൈവം വന്നില്ല എന്നുള്ളത് ഉടമ്പടിയുടെ ജീവിക്കുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ കവിതയുടെ കാര്യം തന്നെ എന്താണ്? കവിത കർത്താവിനോട് പറയുന്നത്, കർത്താവ് ഈ 4 കുഞ്ഞുങ്ങളെ വളർത്താൻ ഞങ്ങളുടെ 2 പേരുടെയും ജോലി പറ്റത്തില്ല, നടക്കത്തില്ല. ഇനി അത് കൂടുതൽ ചിലവ് വരികയാണ്. അപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി മാതാവ് ഈ കവിതയ്ക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കും. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതൊരു സ്വപ്നങ്ങളിൽ വരണത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കനേഡിയൻ ബ്രിക്സിൽ പണി ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു നിർമ്മിതി, അതൊരു ഹോസ്പിറ്റലിലാണ്. അപ്പം നീ ഇവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. കണ്ട എന്തെല്ലാം കറക്റ്റായിട്ടാണ് പറയണത്. നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടസ്വപ്നം ദിവാസ്വപ്നം കാണുകയില്ലേ, ആ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പിക്ചർ കാണിക്കും. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസാണ്, പിക്ചർ കാണിക്കും. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഹോസ്പിറ്റലിലെ, നീ ഓൺലൈനിൽ ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും.
ഇപ്പോൾ കവിത രാവിലെ എഴുന്നേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നിട്ട് പിന്നെ 1500 കിലോമീറ്റർ അകലെയുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇവർക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതാണ് അമ്മ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവം കൺട്രോൾ ചെയ്യണതാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ നമ്മുടെ ബോഗികളെ എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകത്തില്ലേ ട്രെയിനിൽ, അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അത് പക്ഷേ എന്താ വിഷയത്തിൽ നമ്മളങ്ങനെ അത് വലിയൊരു സാധ്യതയാണ്. അതായത് ഈ 144 ബോഗികളുണ്ടെങ്കിലും ഈ ഒറ്റ എൻജിൻ വലിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ നമ്മൾ ഉടനെ നമ്മുടെ യന്ത്രവൽകൃതമായി പോകും ഉടനെ. അതാണ് ഏറ്റവും വലിയ ഒരു ഉടമ്പടി എന്ന് പറയണത്. ദൈവവൽകൃതമായി പോകും. ദൈവം ബന്ധിച്ച് പിന്നെ ദൈവം തന്നെയാണ് ഇപ്പം കാണിച്ചു കൊടുക്കുമെന്നില്ല പറയണത്. അത് നിങ്ങളിങ്ങനെ കഥ കേൾക്കണ പോലെ കേൾക്കരുത്. കഥയുടെ ഞാൻ നിങ്ങൾക്കറിയാമല്ല, കഥ പറയണ ആളേ അല്ല. ഒരിക്കലും ഒരു കഥ ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ പറയുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കഥകൾക്ക് കാര്യമില്ലെന്ന്. ദൈവം അതിൻ്റെ സത്യസന്ധമായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വളരെ വൈറ്റ് ആൻഡ് ബ്ലാക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതല്ലേ പറയേണ്ടത്, കഥയിലല്ല പറയേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സാക്ഷ്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം അവരെങ്ങനെയാണ് ഇത്രയും ദൈവവുമായിട്ട് ഇത്രയും ഒരു ഇൻറ്റിമസി ആയതെന്ന്. എൻ്റെ മക്കളെ, എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഒരു ഇൻറ്റിമസിയുടെ പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്താണ് സ്പിരിച്വാലിറ്റി? അപ്പം ഞാൻ പറയും ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതേ പറയത്തുള്ളൂ ഞാൻ. സ്പിരിച്വാലിറ്റി എന്താണ്, ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? ദൈവമായിട്ട് അദമ്യമായ ഒരു ആത്മബന്ധമുണ്ടാക്കുക. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാലും അത് തന്നെയാണ് ഉടമ്പടിയുടെ ഉത്തരം. എന്തിനാണ് ഉടമ്പടി, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടനെ ജപ്തി നടപടി മാറാനാണെന്ന് പറയരുത്. അത് ഈ എന്താണ് പറയണത്, അത് പൊകിട് മനുഷ്യർ അങ്ങനെ പറയത്തുള്ളൂ. സ്ഥലം വിൽക്കാനാണ്, മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞേക്കരുത്. അത് ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ഫോർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്ന്. എന്തിനാണ്? ദൈവവുമായിട്ട് ആഴമായ ആത്മബന്ധത്തിന്. ഒന്ന് പറഞ്ഞേ, ഉടമ്പടി എന്തിനാണ്? ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിന്. ഇതാണ് സംഭവം. ഉടമ്പടി ആത്മബന്ധത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടി PR കിട്ടാനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിനുമല്ല. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു ആത്മബന്ധത്തിലായാൽ അതൊന്നും പ്രശ്നമേ അല്ലാതെ വരും. കാര്യം എന്താണ്? അതൊക്കെ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറും. ഇപ്പോഴെന്താ പ്രശ്നത്തിൽ നിങ്ങൾ ഉടമ്പടി ചെയ്ത പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ദൈവം അത് ദൈവത്തിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തില്ല. ഇതൊരു അപകടമാണ് മക്കളെ, വളരെ അപകടമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും പല ഉടമ്പടി വിഷയങ്ങളും നമ്മുടെ വിഷയങ്ങളാണ് ഇപ്പോഴും. അതൊന്നും ദൈവത്തിൻ്റെ വിഷയങ്ങളല്ലാതെ ഇരിക്കണം. ഇപ്പോഴും ദൈവം അത് ഏറ്റെടുത്തിട്ടില്ല, ദൈവത്തിൻ്റെ വിഷയങ്ങളല്ല. അത് നിങ്ങളൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. എൻ്റെ വിഷയം എൻ്റേതായിട്ട് തന്നെ ഇരിക്കുകയാണോ, ദൈവം അത് ഏറ്റെടുത്തോ? പല വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിട്ടില്ല. ഒന്നാമത്തേലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഞാൻ ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി പോകും. 2ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ മില്ലിൽ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സഞ്ചിയും ഗോതമ്പും കൊണ്ടുപോയി മില്ലിൽ വെക്കുമ്പോൾ മില്ലുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് സഞ്ചിയുടെ അടുത്ത് കൈയിട്ട് പരതും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ്? അതിൻ്റെ അടുത്ത് വല്ല കല്ലും ഉണ്ടോ, കഷണങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും അത്. അപ്പോൾ അതെല്ലാം പുള്ളി നോക്കിയിട്ട് ഇട പേറ്റിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആണ്, അമ്പച്ച് പേറ്റിയതാണല്ലേ ഇത്, തിരിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. കാര്യം എന്താണ്? ഇതിനകത്ത് കല്ലും കട്ടയും വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയുടെ തരിഞ്ഞ് ചേർന്നതിനല്ല, എഞ്ചിനത് കേടാണ്. മറ്റ് ഗോതമ്പുകൾ കഷ്ണങ്ങൾ തിരിഞ്ഞ് താവല് പോലെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെക്കുമ്പോഴും കല്ലും കട്ടയും നോക്കണം. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുകയാണ്. ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ വെച്ചില്ലേ കുഴപ്പമില്ല.
നിയോഗങ്ങൾ വെച്ചില്ലെങ്കിൽ ആ മാന്യമായ കൃത്യമായ നിയോഗമാണ് വെച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കല്ലും കട്ടയും വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പുതുക്കാൻ തന്നെ ആൾക്കാർ നേരത്തെ കല്ലും കട്ടയും ഉണ്ടെങ്കിൽ അറിയാതെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിയണം. അവിടെ ആ വെപ്രാളത്തിനും ആക്രാന്തത്തിനും വായി തോന്നി എല്ലാം എഴുതി വെക്കുമല്ല, വായി തോന്നി എല്ലാം എഴുതി വെക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടോ? അതാണ് വിഷയം. സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അനിയൻ്റെ ഭാര്യയാണ്, ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ്. ചേട്ടനും ഭാര്യയും മക്കളില്ലാതെ നിൽക്കുകയാണ്, അവർക്ക് മക്കളില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങളെ ചേട്ടനും ഭാര്യയും മാറി താമസിക്കേണ്ട ആൾക്കാരാണ് അവിടെ, ഉറപ്പല്ലേ? സാധാരണഗതി അങ്ങനെ മാറി താമസിക്കുമല്ലോ ചേട്ടന്മാർ. അപ്പോൾ നിങ്ങൾ എന്തെഴുതി? ചേട്ടനും ഭാര്യയും മാറി താമസിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അത് ന്യായകേടൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ അതിൻ്റെ അകത്തൊരു കല്ലുണ്ട്. എന്താ കല്ല്? നിങ്ങൾ അങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്. ചേട്ടനും ഭാര്യയ്ക്കും മക്കളെ കൊടുക്കാനല്ല എഴുതേണ്ടത്. അവിടെയാണ് അതിൻ്റെ അകത്തൊരു സഹോദര സ്നേഹത്തിൻ്റെ എന്തോ ഒരു കുറവുണ്ട്. ചേട്ടനും ഭാര്യയും മാറി താമസിക്കാനാണ് നിങ്ങളെ എഴുതിയിരിക്കുന്നത്. അത് റിജക്റ്റാകാൻ സാധ്യതയുണ്ട്. ഇത് ആരത്താണ് കൊടുക്കുന്നത്? പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തല്ല കൊടുക്കണത്, ദൈവത്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. അപ്പം തന്നെ നിൻ്റെ മനസ്സ് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ചേട്ടനും ഭാര്യയും അവർക്ക് മക്കളുണ്ടാകാൻ നീ ആഗ്രഹിക്കണില്ല. ആഗ്രഹം ഉണ്ടാക്കുക എന്ത് ചെയ്യും? നിൻ്റെ കുടുംബത്തിൻ്റെ അവകാശം കുറച്ച് അവർ കൊണ്ടുപോകും. അത് കാരണം അവർക്ക് മക്കളുണ്ടാകാതെ നരകിക്കണമെന്നായിരിക്കും നീ ഉള്ളിൽ ഉദ്ദേശിക്കണത്. പക്ഷെ നിനക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ കാരണം മാറി താമസിക്കാൻ വേണ്ടി എഴുതിയിട്ടുമുണ്ട്. ഈ സാധനം കല്ലാണ്. എന്ന് കഴിഞ്ഞാൽ ഇത് പൊടിയത്തില്ല. ഇത് കാരണം എന്താ പറ്റുന്നത്? ഈ കല്ല് കിടക്കണ കാരണം നിൻ്റെ ദുഷ്ടബുദ്ധി അതിൻ്റെ അകത്ത് കിടക്കണ കാരണം സഹോദര സ്നേഹമില്ല, ദൈവസ്നേഹമില്ല, ദുഷ്ടബുദ്ധിയാണുള്ളത്. ദുഷ്ടബുദ്ധിക്കുള്ള ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇത് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല നിയോഗങ്ങളെ ഇത് ബാധിക്കും. അതാണ് വിഷയം. ഈ നിയോഗം തന്നെയല്ലേ ഇങ്ങനെ ഒരു ദുഷ്ടബുദ്ധിയുള്ള ഒരാളുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ദൈവം തയ്യാറല്ലാത്ത കാരണം ഈ ഒറ്റ ദുഷ്ടബുദ്ധി കാരണം ആരും ക്യാൻസലാകും. നിങ്ങൾ ഉടമ്പടി പുതുക്കാനുള്ളവർ ചാടിക്കറി പുതുക്കണതിന് മുമ്പ് പഴയ കല്ലുകൾ തിരിഞ്ഞ് മാറ്റണം നല്ലതായിരിക്കും. എന്താണ് ഇതുപോലെ എൻ്റെ മക്കളെ നമ്മളെപ്പോഴും ലാഭം നഷ്ടമല്ല. നമ്മൾ ഉടമ്പടി 6 എഴുതുമ്പോൾ അതിൽ ആ ഓരോ സാധനവും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കണം അതിൻ്റെ അകത്ത് പ്രാധാന്യം. 6ലും നിങ്ങൾക്കല്ല, ആ 6ലും ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. ഈ ദൈവത്തിന് പ്രാധാന്യം വെച്ചാണ് നിങ്ങൾ ഉടമ്പടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിലൂടെ ദൈവം ഒരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തെന്ന് ദൈവം ഉടനെ പറയും. ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. നിങ്ങളുടെ 6 നിയോഗങ്ങളിലും ദൈവത്തിനാണ് മേൽക്കൈ, ദൈവത്തിൻ്റെ മനസ്സിനാണ് മുൻഗണനയെന്ന് നമുക്ക് മനസ്സിലായാൽ, അതുകൊണ്ടാണ് ചാടിക്കയറി 6 നിയോഗങ്ങൾ. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ 6 നിയോഗം എഴുതിയിട്ട് ബാക്കി ഇനി 6 നിയോഗം അഡീഷണൽ സീറ്റ് ചോദിക്കുകയും പരീക്ഷയ്ക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കത്തില്ലേ, അതുപോലെ ഉടമ്പടിക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഇനിയൊരു 100 നിയോഗം എഴുതാനുണ്ട്. ഉടമ്പടി ക്ലാസ് പോലും കേട്ടിട്ടില്ല. ഇത് മൊത്തം കല്ലാണ് എഴുതണത്. നിൻ്റെ ഒരൊറ്റ നിയോഗം കൊണ്ട് തന്നെ ബാക്കി എല്ലാം അങ്ങ് ക്യാൻസലായി, സ്റ്റാൻഡ് ക്യാൻസൽഡ് ആകും ഈ സംഭവം. അതുകൊണ്ട് പുതുക്കുന്നവർ ശ്രദ്ധിക്കുക. കല്ല് ഇതുപോലെ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 ഉടമ്പടിയും ദൈവത്തിൻ്റെ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. എന്താണ് വിഷയം? നിങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവ മനസ്സിന് മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആലപ്പുഴ നടന്ന് സമയം കളയും. ഇത് വളരെ സിമ്പിളാണ് സംഭവം. പക്ഷേ വെക്കുന്ന ഉടമ്പടി എല്ലാം 6 നിയോഗം വെച്ചെങ്കിൽ 6ഉം ദൈവ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് എഴുതുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് പ്രസാദാത്മകമല്ല വിഷയം, ദൈവത്തിന് പ്രസാദാത്മകമാണോ എന്ന് വെക്കണം. അങ്ങനെ എൻ്റെ മക്കൾ ഫസ്റ്റ് ഒരു സ്കാനിങ് നടത്തിയാൽ തന്നെ, സെൽഫ് സ്കാനിങ് എന്ന് പറയുന്നതിന്
ഈ സെൽഫ് സ്കാനിങ് നടത്തുമ്പോൾ തന്നെ അത് പ്രസാദം ദൈവത്തിന് പ്രസാദാത്മകമാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ ആകും. എന്താ കാര്യം? ദൈവം പറയും ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. അതാണ് വിഷയം. കാര്യം എൻ്റെ സഹോദരങ്ങൾക്കറിയാമല്ലോ, ദൈവം ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്യത്തുള്ളൂ. അൺഹോളി പേഴ്സണിന് ശരിക്കും കൃപാസന കയറാൻ പാടില്ലാത്തതാണ്. അൺഹോളി പേഴ്സൺ, കാര്യം ഇത് ഉടമ്പടി, ഇത് സാധാരണ ഒരു ധ്യാനകേന്ദ്രമല്ലല്ലോ. ഇത് ദൈവവുമായിട്ടും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് മാസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ എന്താ ചെയ്യണം? ഒരു അൺഹോളി പേഴ്സന് ദൈവമായിട്ട്, അതായത് വളരെ അവിശുദ്ധമായ വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിയോഗങ്ങളിൽ ആദ്യം വിശുദ്ധി വരുത്തിയാൽ മതി. നിയോഗങ്ങളിൽ ഇപ്പം നിങ്ങളുടെ മറ്റ് പാപാവസ്ഥകളെല്ലാം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കത്തോലിക്കരാണെങ്കിൽ അനുതാപത്തിൽ കുമ്പസാരിച്ച് പ്രായശ്ചിത്തം മേടിച്ചിട്ട് നിങ്ങൾ വിശദീകരിക്കുക. മറ്റുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് പാപത്തെ അനുതാപത്തിലൂടെ യേശുക്രിസ്തു മുൻനിർത്തിക്കൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരണത് ഈ നിയോഗങ്ങളിലുള്ള വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നിയോഗങ്ങളിലുള്ള വിശുദ്ധി ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും, ഇപ്പം നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നമ്മളോട് ഓരോ ചോദ്യം ചോദിക്കും. നമ്മൾ ഒരു കട്ടിക്കണക്കിന് അപേക്ഷ ഫോറം കൊടുത്തിട്ടുണ്ട്, എല്ലാം പൂരിപ്പിച്ചെങ്കിലും അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ എന്താ പരിപാടി, നിങ്ങൾ എന്നാ തിരിച്ചു പോരണത്, നിങ്ങളവിടെ താമസം ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മറുപടി പറയണം. എങ്ങാനും നമ്മളവിടെ തങ്ങാനാണ് ഉദ്ദേശിക്കണമെന്ന് അവർക്ക് എങ്ങാനും തോന്നിപ്പോയാൽ അപ്പം തന്നെ വിസ റിജക്റ്റഡ് ആവും. അമേരിക്കൻ എംബസി ആണെങ്കിൽ പറയും വിസ ഈസ് റിജക്റ്റഡ്, അപ്പം തന്നെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? അവർക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് പണിയായിരിക്കും. ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കാശ് അമേരിക്ക മുടക്കണമെന്ന് വരും. അതാണ് അവിടുന്ന് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക കാശ് മുടക്കേണ്ടി വരും എന്ന് അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഇൻട്രൂഡേഴ്സ് എന്നാണ് അവർ കാണുന്ന ആ വിഷയത്തിൽ. അവർ കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. മറ്റുള്ളവർ അത്രയും ചോദ്യം ചോദിക്കത്തില്ല. ഞാൻ വിഷയം ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥ എന്നെങ്കിൽ ഈ ഉടമ്പടിക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മളോട് ദൈവം ചോദിക്കും. ദൈവമായിട്ടൊരു ഇൻ്റർവ്യൂ വെക്കണമെങ്കിൽ, ഇതിൻ്റെ ഉടമ്പടി വെക്കണമെങ്കിൽ എന്തിനാണ് വസ്തു വിറ്റിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മളെന്താ പറയണത്? വസ്തു ഇപ്പം വിറ്റില്ല എന്നുണ്ടെങ്കിൽ കെട്ടിച്ചുവിട്ട പെമ്മക്കൾ അവകാശത്തിന് വരും, പണിയായില്ലേ? അതാണ് വിഷയം. ഇപ്പം എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്, പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ അവരെ പറ്റിക്കാൻ ഇയാൾ തീരുമാനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. വസ്തു വിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവർ അപ്പം മരിച്ചവരോടുകൂടി എല്ലാവരും കൂടി കയറി വന്നിട്ട് എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്. ഇപ്പം പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ പെണ്ണുമ്പോൾ പറയും ഒപ്പിട്ട് ഒപ്പിട്ട് തരും, ഇപ്പം തരും, ഇപ്പം വസ്തു വിൽക്കണമെന്ന് പറയും. അപ്പോൾ വസ്തു വിൽക്കണമെന്ന് പറയുമ്പോൾ ഉടനെ അവിടുത്തെ പ്രശ്നം വസ്തു വിൽക്കണമെന്ന് മാത്രമേ നമ്മുടെ ഉടമ്പടിയിലുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ, ദൈവമായിട്ട് ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവം പറയും ഈ വസ്തു നിൻ്റെ സഹോദരന് കൊടുക്കുക. സഹോദരിക്ക് തന്നെ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ വിലക്ക്, അവർക്ക് കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ അത് ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ലെന്ന്. എന്താ കാര്യം? അവർ വില തരത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ വസ്തു വിൽക്കണ കാര്യമാണെങ്കിലും സഹോദരനെ മറന്നിട്ട് വേറെ ഒരാൾക്ക് കൂടിയ ലാഭത്തിന് കൊടുക്കാൻ പോകുമ്പോൾ ഈ കാണ്ടാമൃഗമായിട്ടൊക്കെ ദൈവം എങ്ങനെ ഉടമ്പടി ചെയ്യണം? അതാണ് വിഷയം. അത് നിങ്ങൾ നിയോഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പം നിങ്ങൾ എഴുതിയിരിക്കണേ വസ്തു വിൽക്കണമെന്നേ ഉള്ളൂ, കുടുംബത്തിൻ്റെ വസ്തു വിൽക്കണം. അപ്പം അനിയൻ പറഞ്ഞ് ഞാൻ എടുത്തോളാം, നീ എടുക്കേണ്ടെന്നാണ് പറയണതേ. നമ്മൾ എഴുതിയിരിക്കണത്, നിയോഗത്തിൽ എഴുതിയിരിക്കണത് എന്താണ്? വസ്തു വിൽക്കണം. അപ്പോൾ ദൈവം ചോദിക്കും, സഹോദരന് പുരയിടമില്ലല്ലോ, അവൻ തറവാടിൻ്റെ അടുത്ത് അവന് വിൽക്കാൻ പാടില്ലേ? അപ്പോൾ അയ്യോ അത് പറ്റത്തില്ല, അവൻ കാശ് തരത്തില്ല, അവന് കാശ് കുറവാണ്, പുറത്ത് വിൽക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണിക്കാണ് പ്രാധാന്യം, ദൈവത്തിന് അവിടെ പ്രാധാന്യമില്ല. അവന് ഇത്തിരി പൈസ കുറച്ച് വിട്ടാലും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ആ തിയറി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ദൈവത്തെ മാറ്റി നിർത്തി ലാഭത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പന്നിയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിയോഗങ്ങൾ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നിയോഗങ്ങൾ കറക്റ്റ് ഹോളി ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഉടമ്പടിയിലുള്ള ഈ നിയോഗങ്ങളിലുള്ള കളങ്കങ്ങൾ
കളങ്കിത നിയോഗങ്ങൾ നമ്മൾ ശരിക്കും വിശുദ്ധീകരിക്കണം. ഇങ്ങനെ 5-6 പുതുക്കിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അലയേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാരങ്ങനെ കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് അറിയത്തില്ല, അവർ എഴുതിയിട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ കൃപാസനത്തിൽ നടന്ന് യാന്ത്രികമായിട്ട് പേപ്പറൊക്കെ മേടിച്ച് അങ്ങനെ പുതുക്കി പോകണമെന്നല്ലാതെ ഉടമ്പടിയിലല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതമായിട്ട് അവർക്ക് ബന്ധമില്ല.